ഹലോ ഡിയേഴ്സ്, എന്തൊക്കെ വിശേഷം? സുഖമല്ലേ? ഞാനും സുഖമായിട്ട് പോണു. അപ്പോൾ പരീക്ഷയൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷന് കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് മാത്രമാണോ അറിയില്ല, എക്സാമിൻ്റെ സമയത്ത് ഭയങ്കര വിശപ്പാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ ഇന്നൊരു നെഗറ്റ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് മുട്ട, ബ്രെഡ്, ചിക്കന്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ സോയാ സോസ്, എണ്ണ. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതാ ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ബ്രെഡിൻ്റെ 4 സൈഡും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അത് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ബ്രെഡ് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റി വെക്കുക. ഇനി നമുക്ക് ചിക്കൻ ഗ്രൈൻഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അത് അതിനായിട്ട് ഒരു 4-5 കഷ്ണം ബോൺലെസ് പീസ് ആഡ് ചെയ്യുക. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി ആഡ് ചെയ്യുക. പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു ടീസ്പൂണ് നമ്മൾ സോയാ സോസ് ആഡ് ചെയ്യുക. അതുപോലെ ടേബിൾ സ്പൂണ് ഓയിലും ആഡ് ചെയ്യുക. വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ ആവശ്യത്തിന് കുരുമുളകും ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. നല്ല ഫൈൻ തിക്കായിട്ട് ഗ്രൈൻഡ് ചെയ്യണം. അപ്പോൾ ഇത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ഒരു ബൗളിലോട്ട് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ പേസ്റ്റും അതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടെ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇതാ ചിക്കൻ മിക്സ് നന്നായിട്ട് പരത്തിയിട്ട് ഒരു കത്തി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ മുറിക്കുക. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് മുട്ട അതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പൊരിക്കുക. അപ്പോൾ അതിനായിട്ട് എഗ് മിക്സ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഒരു മുട്ട, അതിലേക്ക് കുറച്ച് പാല്, അതുപോലെ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ എഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇനി കട്ട്ലേറ്റ് എല്ലാം കോട്ട് ചെയ്യണ പോലെ കോട്ട് ചെയ്യുക. മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇതാ നെഗറ്റ്സ് എല്ലാം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിൽ പൊരിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിലാകണം ഇത് തീയ്. അപ്പോൾ ഇതാ നെഗറ്റ്സ് എല്ലാം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് മാറ്റുക. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെഗറ്റ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ സൈഡായിട്ട് ടൊമാറ്റോ കെച്ചപ്പും പിന്നെ അതുപോലെ മയോണൈസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നെഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, നല്ല ഈസി റെസിപ്പിയാണ്. ഒരു 10 മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ, സീ യു.